ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സൂപ്പറായിട്ടുള്ളൊരു പച്ചക്കായ കൊണ്ടൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ റെസിപ്പികൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം 2 പച്ചക്കായ ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു സൈസിൽ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്. നമ്മളൊന്ന് ഇതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അല്പം ആറിയതിന് ശേഷം നമുക്കിതുപോലെ ഇതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ ഒന്ന് തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ പാത്രമോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചാറ്റ് മസാല, ഉപ്പും കൂടെയാണ് ചേർക്കുന്നത്. ഇത്രയും സാധനം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ വാഴയ്ക്ക നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ഇതുപോലെ പിടിക്കുന്ന പോലെ നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടും നമുക്ക് കഴിക്കാം. ഇത് നല്ല രുചിയാണ് ഇങ്ങനെ മസാല പുരട്ടി കഴിക്കാൻ. ഇത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സർവിങ് പ്ലേറ്റിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കണം. അതായത് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിന് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതിന് മുകളിൽ. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് മോര്, തൈരാണ്, തൈര് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മിക്സ്ചറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ എക്സ്ട്രാ സാധനങ്ങളാണ്, നല്ല രുചിയായിരിക്കും ഇങ്ങനെ കഴിക്കാൻ, അതുകൊണ്ടാണ് ചേർത്ത് വെക്കുന്നത്. വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് കുറച്ച് നമ്മുടെ പൊമോഗ്രാനൈറ്റ്, മാതളങ്ങയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച്. ഇതിപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഫ്രണ്ട്സ്, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.